പരുമല തിരുമേനിയുടെ പേരിൽ പരുമല ആശുപത്രിയിൽ നടക്കുന്ന പകൽ കൊള്ളയും പിടിച്ചു പറയും. വിശ്വാസികളെ പറ്റിക്കുന്നതിന് ഒരതിര് വേണം. അത്താഴപ്പട്ടിണിക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും വിയർപ്പിൻ്റെ ബലവും കൂടാതെ വിധവയുടെ ചില്ലിക്കാശ് വരെ അതിൻ്റെ ഓരോ തൂണിലും തുരുമ്പിലുമുണ്ട്. സാധാരണ പനി വന്ന് ഒരാൾ അവിടെ ചെന്നാൽ പോലും ലാബ് ടെസ്റ്റും മരുന്നും ഗുളികയും കൺസൾട്ടിംഗ് ഫീസും ഉൾപ്പെടെ ഏറ്റവും കുറഞ്ഞത് 3000 രൂപയെങ്കിലും ആകും. ഏത് രോഗി ചെന്നാലും രക്തം പരിശോധിക്കണം. അതില്ലാതെ ഡോക്ടർ മരുന്ന് കുറിക്കില്ല. ഇതെല്ലാം കഴുത്തറുത്ത് വാങ്ങിയിട്ടും ആശുപത്രി വികസിക്കണമെങ്കിൽ ഓർത്തഡോക്സുകാർ കാശ് കൊടുക്കണം. ഇവിടെ നടക്കുന്നത് സഭാ നേതൃത്വം അറിയുന്നില്ലയോ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ? അഴിമതിയും ധൂർത്തുമാണ് ഇവിടെ നടക്കുന്നത്. കാലാകാലങ്ങളിൽ ഒരു വൈദികർക്ക് ചുമതല തീരെഴുതി കൊടുക്കും. അവരവിടെ നിന്ന് തിന്നുകൊഴുക്കും. ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? നേരത്തെ ഇതിൻ്റെ ചുമതല ഒരു കൊട്ടാരത്തിനായിരുന്നു. ഇവിടെ ഇരുന്ന് മുച്ചൂടവും മുടിപ്പിച്ച് കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോയി പാർട്ണർഷിപ്പിൽ മറ്റൊരു ആശുപത്രിയും തുടങ്ങി. അതിനുശേഷം ഇപ്പോഴിരിക്കുന്ന കത്തനാർക്ക് ചുമതല കൊടുത്ത് വാഴിച്ചിരുത്തി. അദ്ദേഹവും കിട്ടാവുന്നതെല്ലാം ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ, മരുന്ന് കമ്പനിക്കാരുടെ കമ്മീഷൻ മാത്രം കോടികളാണ് കിട്ടുന്നത്. ഇത് വല്ലതും ആശുപത്രിക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് ചെന്നെത്തുന്നത് എന്നും നോക്കണം. ചക്കരക്കുടത്തിൽ കൈയിടാത്തവർ നക്കാതിരിക്കുകയില്ല. ഈ കത്തനാരുടെ ഇപ്പോഴത്തെ ആസ്തി ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇവിടെ വരുന്നതിന് മുമ്പുള്ളതും ഇപ്പോഴത്തേതും കൂടി ഒന്ന് ഒത്തുനോക്കിയാൽ ഏകദേശം പിടികിട്ടും. ഇവിടുത്തെ കണക്കുകൾ സുതാര്യമല്ല. പല തുകകളും ചിലവായി പോവുകയാണ്. ആളുകളെ സുഖിപ്പിക്കുവാനും സഭാസ്ഥാനികളെ തൻ്റെ ഭാഗത്ത് നിർത്തുവാനും ഈ കത്തനാരുടെ അത്രയും ഇടുക്ക് മറ്റാർക്കും കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തനാരെക്കുറിച്ച് എന്ത് പരാതി കേട്ടാലും സഭാ നേതൃത്വം കേട്ട മട്ട് ഭാവിക്കുകയില്ല. ഇനി അവർക്കും വിഹിതം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ ആശുപത്രിക്ക് വേണ്ടി കാലാകാലങ്ങളിലിരുന്ന സഭാപിതാക്കന്മാർ ഒരുപാട് വിയർത്തിട്ടുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലും വരെ പോയി സഭാമക്കളെ കണ്ട് കൈനീട്ടി പിരിച്ചുകൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഈ നിലയിൽ ഈ ആശുപത്രി നിലകൊള്ളുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ദീർഘവീക്ഷണത്തോടെ പണിയെടുത്ത പിതാക്കന്മാർ മുകളിലിരുന്ന് ഈ കത്തനാരുടെ കൊള്ളരുതായ്മകൾ കണ്ട് നെടുവീർപ്പിടുന്നുണ്ടാകും. ഒരു നാളിൽ കൊട്ടാരത്തിൻ്റെ ഗതിയാകും ഈ കത്തനാർക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞെട്ടിക്കുന്ന മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം.